അൽഹംദുലില്ലാ. വിഷയത്തിന് രണ്ട് വശങ്ങളെ അധികരിച്ചുകൊണ്ട് ഇവിടെ അവതരണം പൂർത്തിയായിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി 10 മണിവരെയുള്ള 1.5 മണിക്കൂർ സമയം സംശയ നിവാരണത്തിനായി നാം മാറ്റിവെക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ആത്മാർത്ഥമായി ദീനിയായ ഒരു മജ്ലിസ് എന്ന എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പഠിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ താല്പര്യത്തോടു കൂടി ഉള്ള ചോദ്യങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത്. ആ നിലയ്ക്ക് തന്നെ ഇൻഷാ അല്ലാഹ് ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെയായി അതിന് മറുപടികൾ നൽകുകയും ചെയ്യും. ഒരാൾക്ക് ഇത്ര ചോദ്യമേ ചോദിക്കാവൂ എന്ന് പ്രത്യേകം നിബന്ധനയൊന്നും നാം വെച്ചിട്ടില്ല. ചോദ്യകർത്താക്കൾ സ്വയം പരിചയപ്പെടുത്തുക, പേരും സ്ഥലവും പറഞ്ഞ് ചോദ്യം കഴിഞ്ഞ് മറുപടി കേട്ട് ക്ലിയറായെങ്കിൽ അടുത്ത ആൾ കൈമാറുക. അതല്ലെങ്കിൽ വീണ്ടും ചോദിക്കാം, പിന്നെയും ചോദിക്കാം. ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ പിറകിൽ ആളുണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിക്കുക. അവസാനത്തെ ആൾ കഴിഞ്ഞ് സമയം ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ഈ ചോദ്യകർത്താവിന് തന്നെ വരികയും ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നു. അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ദീന് ശരിയാവണ്ണം ഉൾക്കൊള്ളുവാനും അത് അവതരിപ്പിക്കുവാനും അത് ആ നിലക്ക് ബോധ്യപ്പെടാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഒന്നാമത്തെ ചോദ്യകർത്താവിനെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏതാണ്ട് മഗ്രിബ് നിസ്കാരാനന്തരം മുതൽ ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ പേര് അബ്ദുൽ ഹക്കീം, ഈരാറ്റുപേട്ട സ്വദേശിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നവോത്ഥാനത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും പേര് പറഞ്ഞ് ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനം പ്രാകൃതമായ വിശ്വാസങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു സന്തോഷത്തിന് അവസരം എന്നതാണെന്ന് തോന്നുന്നു ബാലുശ്ശേരി മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനം മാറ്റത്തിൻ്റെ ഒരുപാട് അലയൊലികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിഹർ ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പ്രസംഗിച്ചവരാണ് നിങ്ങളുടെ മുൻപുള്ള നേതാക്കൾ. നിങ്ങളെങ്ങനെയാണെന്നല്ല, ഇവിടെ മരണപ്പെട്ടു പോയ മുജാഹിദ് നേതാക്കൾ പലരും, ഞാൻ ഈരാറ്റുപേട്ടയിലൊക്കെ ബാലുശ്ശേരിയുടെ വായിൽ നിന്ന് തന്നെ, ഈരാറ്റുപേട്ടയിൽ ഖത്തീബായി ജോലി ചെയ്ത ആളാണ് ബാലുശ്ശേരി. അദ്ദേഹം തിളങ്ങുന്നത് തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഇതിനെതിരായിരുന്നു. ഏതായാലും അദ്ദേഹം ഇതൊക്കെ സമ്മതിച്ച് ആ പ്രസ്ഥാനത്ത് നിങ്ങളൊപ്പമുണ്ട്. എൻ്റെ ചോദ്യം അതൊന്നുമല്ല, ഞാൻ ചോദിക്കാൻ ഇത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഇനി കളം വരയ്ക്കുന്ന വിഷയവും അതുപോലെ തന്നെ പിന്നെ പിഞ്ഞാണെഴുത്തും ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നിങ്ങൾ സമ്മതിക്കും എന്നുകൂടി ഉണർത്തിക്കൊണ്ട് എൻ്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അഭൗതികമായ സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പാടില്ല എന്ന് മുജാഹിദിൻ്റെ ഖുർആൻ പരിഭാഷയിലും അതുപോലെ തന്നെ മുജാഹിദിൻ്റെ നിങ്ങളുടെ പ്രഭാഷണങ്ങളിലൊക്കെ ഞാൻ കേട്ടു. എന്നാൽ അഭൗതികമായ സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ച പ്രവാചകന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏത് പ്രവാചകനാണെന്നൊക്കെ ഇങ്ങോട്ട് ചോദ്യം വന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. എൻ്റെ ചോദ്യം ഇതാണ്: അഭൗതികമായ സഹായാർത്ഥന ശിർക്കാണ്, ബഹുദൈവാരാധനയാണ് എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ അഭൗതികമായ സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ച പ്രവാചകന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അൽഹംദുലില്ലാ, വളരെ പ്രസക്തമായ വിഷയബന്ധിയായ ചോദ്യം തന്നെയാണ് ബഹുമാന്യനായ ചോദ്യകർത്താവ് അബ്ദുൽ ഹക്കീം മുസ്ലിയാർ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ, അപ്പം അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ പിഞ്ഞാണമെഴുത്തും ഉറുക്കും ഒക്കെ ഭാവിയിൽ നമ്മൾ അംഗീകരിക്കുന്നതാണ്. പ്രമാണമുണ്ടെങ്കിൽ അത് ഭാവിയിലും വർത്തമാനത്തിലും ഭൂതകാലത്തും മുജാഹിദികൾ അംഗീകരിച്ചിട്ടേ ഉള്ളൂ. പ്രമാണമില്ലാത്തത് ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കുകയുമില്ല. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ സിഹറാവട്ടെ കണ്ണേറാവട്ടെ ഇതൊക്കെ ഞങ്ങളിവിടെ വായിച്ച് അവതരിപ്പിച്ചതൊന്നും ഞങ്ങളുടെ വകയല്ലല്ലോ. അമാനിമൊഴി അടക്കം എഴുതിയതാണ് ഇവിടെ വായിച്ചത്. അമാനിമൊഴി ഏതായിരുന്നാലും ഈ വിസ്റ്റം കൂട്ടായ്മയിൽ മെമ്പർഷിപ്പുള്ള ആളല്ല എന്ന് ഉറപ്പാണല്ലോ. മരിച്ചു പോയിട്ട് തന്നെ പതിറ്റാണ്ടുകൾ പിന്നിട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായ ഒരു കാലത്തും സിഹറിനെയോ കണ്ണേറിനെയോ നിഷേധിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ മറവിൽ ഒരുപാട് അന്ധവിശ്വാസം നടക്കുന്നു. അതിനെ അന്നും ഇന്നും എന്നും ഇൻഷാ അല്ലാഹ് എതിർത്തിട്ടുണ്ട്, എതിർക്കുകയും ചെയ്യും. അപ്പോൾ താങ്കൾ ആമുഖത്തിന് അങ്ങനെ ഒരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അത് മുജാഹിദ് ബാലുശ്ശേരി ആവട്ടെ അല്ലാത്തവരാകട്ടെ എല്ലാവരും. മാത്രമല്ല 1980കളിൽ സമസ്തയും മുജാഹിദും തമ്മിൽ ഒരു വാദപ്രതിവാദത്തിന് വ്യവസ്ഥയുണ്ടായി. മലപ്പുറം ജില്ലയിൽ എടവണ്ണക്കടുത്ത് കുണ്ടുതോട് എന്ന സ്ഥലത്ത് വെച്ച്. അന്ന് അതിൽ ഒരു വിഷയം വന്നത് മന്ത്രമായിരുന്നു. അപ്പം മന്ത്രം വിഷയം വന്നപ്പോൾ അന്നോട് രേഖപ്പെടുത്തി മന്ത്രം എന്ന വിഷയത്തിൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ തർക്കമില്ല, അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്കൊരു സംവാദം ആവശ്യമില്ല
അത് പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്, കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥ, കുണ്ടുതോട് സംവാദ വ്യവസ്ഥ എന്ന പേരിൽ. അതേപോലെ നേരത്തെ പറഞ്ഞ അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം, അതിൽ അവസാന അധ്യായം തന്നെ വിവിധ വിഷയങ്ങൾ എന്ന ഹെഡിങ്ങിൽ വളരെ വിശദമായി പേജുകളോളം ഈ കണ്ണീറും സിഹിറും ഒക്കെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല, പിശാചിനെ പേടിയില്ല എന്ന് പറയുന്നവർ അവർ മൂഢന്മാരും തൊലിക്കട്ടി കൂടിയവരുമാണ് എന്ന് പോലും അമാനി മൗലവി റഹിമഹുല്ല അന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് പോലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധ കൂട്ടായ്മയായ ഈ സംഘത്തിന് ഇന്നും പറയേണ്ടി വന്നിട്ടില്ല, ഇൻഷാല്ലാ പറയേണ്ടി വരികയുമില്ല. അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിൽ പിഞ്ഞാണമെഴുത്തും അതേപോലെ കളം വരയ്ക്കലും മക്കം ഇടലും അതൊന്നും പ്രമാണബദ്ധമല്ല. പ്രവാചകൻ്റെ കൽപ്പനകളോ അധ്യാപനങ്ങളോ നിർദ്ദേശങ്ങളോ ആ വിഷയത്തിന് ഇല്ല എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്നിടത്ത് ഒരു സംശയമില്ലാത്ത വിധം ഞങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ചോദ്യം, അഭൗതികമായ സഹായാർത്ഥനകൾ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഇവിടെ നമ്മളൊക്കെ പറയുന്നത്. എങ്കിൽ പ്രവാചകന്മാർ പലരും അഭൗതികമായ സഹായാർത്ഥന ചോദിച്ചിട്ടുണ്ടല്ലോ, അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണെന്ന്. ഒരു പ്രവാചകനും അഭൗതികമായ സഹായം റബ്ബല്ലാത്ത ആരോടും ചോദിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ അടിസ്ഥാനം. ഒരൊറ്റ നബിയും, അത് സുലൈമാൻ നബി ആവട്ടെ അല്ലാത്ത നബി ആവട്ടെ, ഏത് നബിയാണെങ്കിലും അഭൗതികമായ സഹായാർത്ഥന അഥവാ പ്രാർത്ഥന, അഭൗതികമായ സഹായാർത്ഥനക്കാണ് പ്രാർത്ഥന എന്ന് മുജാഹിദ് പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത്. കാരണങ്ങൾക്കതീതമായി ചെയ്യാനുള്ള തേട്ടം, അതിനാണ് അഭൗതികമായത് എന്ന് പറയാം. കണ്ണിൽ കാണാത്തത് എന്ന അർത്ഥത്തിലല്ല, ഭൗതികമായ സംവിധാനങ്ങൾക്കതീതമായി. എൻ്റെ വിശ്വാസത്തിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ അക്കാര്യം വിശദീകരിച്ചിരുന്നു. അഭൗതികമായ മാർഗം എന്ന് പറഞ്ഞാൽ കാരണങ്ങൾക്കതീതമായ മാർഗം എന്നാണ്. ആ കാരണങ്ങൾക്കതീതമായ മാർഗത്തിലുള്ള തേട്ടം, അതിനാണ് പ്രാർത്ഥന എന്ന് പ്രമാണമടിസ്ഥാനമാക്കി മുജാഹിദുകൾ ഇവിടെ പഠിപ്പിച്ചു പോകുന്ന 100 കൊല്ലം. അതുകൊണ്ട് തന്നെ കാരണങ്ങൾക്കതീതമായി സഹായിക്കാനുള്ള ഒരു അർത്ഥന ഒരു നബിയും റബ്ബല്ലാത്ത ഒരാളോടും നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നിർവഹിച്ച പ്രവാചകന്മാരെ പറ്റി എന്ത് ചോദിക്കുന്നുവെന്ന ചോദ്യം തന്നെ വ്യർത്ഥമാണ്. താങ്കൾ ഉദ്ദേശിച്ചത് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുലൈമാൻ നബിയും ചെയ്തിട്ടില്ല, ഒരു നബിയും ചെയ്തിട്ടില്ല എന്നാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. ബാക്കി താങ്കൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഏതായാലും ഫൈസൽ മൗലവി അല്ലേ, ഫൈസൽ മൗലവി റൂട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബി അല്ലേ എന്നൊക്കെ കൂടി ചോദിച്ചു. ഏതായാലും ഈ ചോദ്യം തൊടുപുഴയിൽ അല്ലേ മുഖാമുഖത്തിൽ ഞാൻ ചോദിച്ച സമയമില്ലാതെ പെട്ടെന്നൊക്കെ പോയതാണ്. ഏതായാലും വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നംലിലൂടെ മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയാണ്, ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബി അർശിഹ ഖബ്ല അയ്യഅ്തൂനി മുസ്ലിമീൻ. ബഹുമാനപ്പെട്ട ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനവുമായി ബന്ധപ്പെട്ട വിഷയം. ബിൽഖീസ് രാജ്ഞി ഇസ്ലാമിലേക്ക് വരാനുള്ള സാധ്യതകൾ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ആര് കൊണ്ടുത്തരും? കൊണ്ടുത്തരുന്നത് ആരോടാണെന്ന് ചോദിക്കുകയാണ്. കേവലം സുലൈമാൻ നബിയുടെ മുമ്പിലിരിക്കുന്ന ഒരു കസേരയല്ല ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം. കിലോമീറ്ററുകൾക്കപ്പുറം, മനുഷ്യ കഴിവിന് അതീതമായൊരു കാര്യം തന്നെയാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഒരു സിംഹാസനം ആര് കൊണ്ടുത്തരുമെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം സദസ്സിനോട് ചോദിക്കുകയാണ്. ഏതായാലും അല്ലാട്ടല്ല ചോദിച്ചത്, അഭൗതികമായ സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന അതിനുവേണ്ടി ആയത്തോന്നുന്നവർ സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചത് അഭൗതികമായൊരു സഹായാർത്ഥനയാണ്, കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം കൊണ്ടുവരാനാണ്. അത് കൊണ്ടുവെന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അഭൗതികമായ ഈ സഹായാർത്ഥന, കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം കൊണ്ടുവരിക ആര് കൊണ്ടുവരും എന്ന അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം സദസ്സിനോട് ചോദിച്ചു. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. ആ ചോദ്യം അഭൗതികമായ ചോദ്യമല്ല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം പഠിപ്പിച്ചത്. അത് അഭൗതിക എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒച്ചപ്പാടും ബഹളും ഈ മുഖാമുഖം അടക്കം വെക്കേണ്ടി വന്നത്. KNM ജനറൽ സെക്രട്ടറി ആയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ ചോദ്യങ്ങൾ മറുപടികൾ എന്ന പുസ്തകത്തിൻ്റെ 8-9 പേജുകളിൽ ഇതേ ആയത്തെടുത്തു വെച്ചിട്ട് മൗലവി പറയുന്നുണ്ട്, ഇത് അഭൗതിക പ്രശ്നമേ ഇതിൽ ഉദിക്കുന്നില്ല. ഇനി നമുക്ക് ആയത്തിലേക്ക് വരാം. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, പിശാചുക്കളുണ്ട്. ഇനി അതിനപ്പുറത്ത് കാറ്റുകളും പക്ഷികളും മൃഗങ്ങളും അടക്കം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യം അയ്യുക്കും യഅ്തീനി ബി അർശിഹ, ആരാണ് ആ സിംഹാസനം എനിക്ക് കൊണ്ടുവന്ന് തരിക? ഖബൽ അൻ യഅ്തൂനി മുസ്ലിമീൻ, അവർ മുസ്ലിമായി വരുന്നതിന് മുമ്പ്. അതൊരു അഭൗതികമായ ചോദ്യമല്ലേ? അഭൗതിക മാർഗത്തിലല്ലേ അത് എത്തിക്കുക? അല്ല, അത് കാരണങ്ങൾക്കതീതമായ കാര്യമല്ല. കാരണങ്ങളെ ഉള്ളിൽ തന്നെയാണ് ആ സിംഹാസനം എത്തിക്കുന്ന ആ രീതി അവിടെ
അദ്ദേഹം ആവശ്യപ്പെട്ടതും അത് നടപ്പായതും. എങ്ങനെ? താങ്കൾ മനസ്സിലാക്കിയത് അത് ഒരുപാട് കിലോമീറ്റർ അപ്പുറത്താണ്. ശരി, 1500 കിലോമീറ്റർ അപ്പുറത്താണ്. 1500 കിലോമീറ്റർ അപ്പുറത്തായാതല്ല അഭൗതികമാവുക. നേരെ മുന്നിൽ കാണുന്ന ഒരു വസ്തു അതിനെടുക്കാൻ ആവശ്യപ്പെട്ടാലും അഭൗതിക മാർഗത്തിലാണോ അത് ശിർക്ക് തന്നെയാണ്. അതിന് കിലോമീറ്റർ ഒന്നും വേണ്ട, 1 കിലോമീറ്ററും വേണ്ട. നേരെ കണ്ണിൽ കാണുന്ന ഒരു മനുഷ്യനോട് നേർക്ക് നേരെ അഭൗതിക മാർഗത്തിൽ അയാൾക്ക് സഹായിക്കാൻ പറ്റുന്ന വിശ്വസിച്ചത് ശിർക്കായി. തേടേണ്ട കാര്യമില്ല, തേടി അതും ശിർക്കായി. അപ്പോൾ കിലോമീറ്റർ കൂടുമ്പോൾ അഭൗതികാകുക, കിലോമീറ്റർ കുറഞ്ഞാൽ ഭൗതികാകുക, അതല്ല. അഭൗതികം എന്ന് പറഞ്ഞാൽ കാരണങ്ങൾക്ക് അതീതം. ഇവിടെ കാരണങ്ങൾക്ക് അതീതമാണോ കാരണങ്ങൾക്ക് അധീനമാണോ? അതാണല്ലോ അടിസ്ഥാനം. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യം കേട്ടപ്പോൾ ഒന്നാമത്തെ മറുപടി എവിടുന്നാണ് കിട്ടിയത്? ഖാല ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നിൽപ്പെട്ട ഒരു മല്ലൻ പറഞ്ഞു. ഇഫ്രീത്ത് അൽ ഖബീസ് എന്ന് തഫ്സീറിൽ കാണാൻ പറ്റും. ദുഷ്ടനായ ഒരു മല്ലൻ. അപ്പം അയാളൊരു സ്വാലിഹായ ഒരു മനുഷ്യനോ ഒരു വലിയോ ഒന്നല്ല. ആ പറഞ്ഞ ജിന്ന് ഖബീസായ ദുഷ്ടനായ ഒരു ജിന്ന്. ഖാല ഇഫ്രീത്തും മിനൽ ജിന്ന് അന ആതീക ബിഹി, ഞാൻ അത് കൊണ്ടുതരാം താങ്കൾക്ക്. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, താങ്കൾ ഓതി ആയത്തിന്റെ അടുത്ത വചനം. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, താങ്കളുടെ ഈ രാജസദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഞാൻ കൊണ്ടുതരാം. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജസദസ്സിൽ രാവിലെ ഇരുന്നാൽ സാധാരണഗതിയിൽ ഉച്ചക്കാണ് സദസ്സ് പിരിഞ്ഞ് എഴുന്നേറ്റ് പോകാറുള്ളത്. അതുകൊണ്ട് താങ്കളുടെ സദസ്സിൽ നിന്ന് താങ്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പായി താങ്കൾക്ക് ഞാൻ ആ സിംഹാസനം കൊണ്ടുതരാം. എങ്ങനെ കൊണ്ടുതരാം? അഭൗതികമായിട്ടാണോ? അല്ല. പിന്നെയോ വ ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാനതിന് കഴിവുള്ളവനാകുന്നു. അപ്പം ജിന്നിന് ഉള്ള കഴിവടിസ്ഥാനത്തിലാണ് ജിന്നെ പറഞ്ഞത്. അതാണ് പറഞ്ഞത് കാരണങ്ങളുടെ ഉള്ളിൽ. അപ്പം എങ്ങനെ ഇപ്പം ജിന്ന് കൊണ്ടുവരിക? ജിന്നിന് മനുഷ്യന്മാരെക്കാൾ സ്പീഡുണ്ട്, നമ്മേക്കാൾ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയും ജിന്നിന്. അവനാവട്ടെ ഇഫ്രീത്താണ്, മല്ലനാണ്. അതുകൊണ്ട് അവൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം ഇവിടുന്ന് അങ്ങോട്ട് പോയി ആ സിംഹാസനം പൊക്കിയെടുത്ത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. സഭയിൽ നിന്ന് അതുമായി വരണം. അതിന് അവന് ആവശ്യമുള്ള സമയമാണ് ഉച്ചവരെയുള്ള സമയം. അതാണ് ഇന്നി അലൈഹി ലഖവിയ്യുൻ. ഒരാളിപ്പോൾ ചോദിക്കുക, നമുക്ക് കോഴിക്കോട്ടേക്ക് പോകണം, 1 മണിക്കൂർ കൊണ്ട് എന്താ ചെയ്യുക? ഒരു ഓട്ടോക്കാണെങ്കിൽ ഓട്ടോ പറയും, ഇല്ല എനിക്ക് 1 മണിക്കൂർ കൊണ്ട് കഴിയില്ല. ടാക്സി ചോദിച്ചാൽ അവനും പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് പറ്റൂല. പിന്നെ ആരോ പറഞ്ഞു ട്രെയിൻ ഉണ്ട്, എന്നാലും 1 മണിക്കൂർ കൊണ്ട് എത്തൂല, കുറച്ചുകൂടെ സ്പീഡിൽ എത്താൻ പറ്റും. ഫ്ലൈറ്റ് ആണെങ്കിൽ പക്ഷെ പറ്റിക്കൂടായില്ല, പക്ഷെ ഇവിടെ എയർപോർട്ടും ഇല്ല. അപ്പം എന്നെപ്പോലെ ഇഫ്രീത്തും മിനൽ ജിന്ന് പറഞ്ഞു അന ആതീക ബിഹി, ഞാനത് കൊണ്ടുതരാം താങ്കൾ എണീക്കുന്നതിന് മുമ്പ്. എങ്ങനെ കൊണ്ടുവരാ? വ ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാനതിന് കഴിവുള്ളവനാണ്. അപ്പം ആ ജിന്നിൻ്റെ കഴിവാണത്. അതാ ഞങ്ങൾ പഠിപ്പിച്ചത്. ജിന്നിൻ്റെ കഴിവ് അഭൗതിക കഴിവ് എന്ന് പറയല്ല. അഭൗതിക കഴിവ് എന്ന് പറഞ്ഞാൽ അഭൗതികമായ കഴിവ് അല്ലാഹുവില്ലാത്തവർക്ക് ഉണ്ട് എന്ന് വന്നു. അപ്പം മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം പഠിപ്പിച്ച തൗഹീദ് അത് ശരിയല്ല എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും എന്ന് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ അഭൗതികം ഇത്ര വലിയ വിവാദമായത് തന്നെ. അപ്പം അവിടെ അഭൗതികമായ മാർഗത്തിൽ തേടിയിട്ടില്ല. ഇനി രണ്ടാമത് അത് സഹായാർത്ഥനയുമല്ല. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായാർത്ഥനയല്ല. കാരണം എന്താ? സുലൈമാൻ നബിയുടെ കീഴിലാണ് അവരൊക്കെ ഉള്ളത്. ഈ ജിന്നാവട്ടെ, ശൈത്താന്മാരാവട്ടെ, അവിടുത്തെ മനുഷ്യരാവട്ടെ, പക്ഷികളും കാറ്റുകളും അടക്കം സുലൈമാൻ നബിയുടെ കീഴ്പ്പെടുത്തപ്പെട്ടവരാണ്. തൻ്റെ കീഴിലുള്ള പ്രജകളോട് മേലുള്ള ഒരാൾ സഹായം തേടുകയോ ചെയ്യുക, ഓർഡർ കൊടുക്കുകയോ വെല്ലുവിളിക്കുകയോ ആണ് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ ഒരു ഓർഡർ, അതല്ലെങ്കിൽ അല്ലാമ റാസിയൊക്കെ പറഞ്ഞതുപോലെ അതൊരു വെല്ലുവിളി. ഇന്നമാ അറാദ സുലൈമാനു ഇദ്ഹാറ മുഅ്ജിസത്തിൻ ഫതഹദ്ദാഹും അവ്വല. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്ജിസത്തിന്റെ മുന്നോടിയായി നടത്തിയ വെല്ലുവിളിയായിരുന്നു അത് എന്നാണ് തഫ്സീർ റാസിയിലൊക്കെ കാണാം. അപ്പോൾ ഒരു വെല്ലുവിളി ആരടാ കൊണ്ടുവരിക? അവർ വരുന്നതിന് മുമ്പ്. അപ്പോൾ ഇഫ്രീത്ത് പറഞ്ഞു ഉച്ചാവുമ്പോൾ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ അതുപോലെ അതിനു മുമ്പെത്തണം. അതിന് മറുപടി ഇല്ല. അപ്പോൾ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചങ്ങോട്ട് പറഞ്ഞു ഖാദല്ലദി ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. താങ്കളുടെ കണ്ണ് ചെമ്മി തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. അതാര് പറഞ്ഞു? ഒന്നുകിൽ സുലൈമാൻ നബി ഇസ്ലാം തന്നെ, ഒന്നുകിൽ സുലൈമാൻ നബി തന്നെ. ഞാൻ കൊണ്ടുവരാം എപ്പോൾ? കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ എത്തിച്ചു തരാം എന്ന് ഇഫ്രീത്തിനോട് തിരിച്ചങ്ങോട്ട് പറഞ്ഞു എന്നായിരിക്കും അപ്പോൾ അർത്ഥം. അപ്പോൾ അഭൗതികമായ കഴിവല്ലേ? കഴിവല്ല. എവിടുന്ന് കിട്ടി? ഇഫ്രീത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു വ ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാൻ കഴിവുള്ളവനാണ്. ഈ മറുപടിയിലോ ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞില്ല. അന ആതീക ബിഹി
ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക്, കണ്ണു ചെമ്മി തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം, ഞാനത് കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് സുലൈമാൻ നബി ആണെങ്കിലും ഇനി ആസിഫ് ബിൻ ബർഖിയാണെങ്കിലും ഇനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണെങ്കിലും ആരാണെങ്കിലും ശരി, അവിടെ ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ കഴിവല്ല ഉപയോഗപ്പെടുത്തിയത്. സുലൈമാൻ നബി ആണെങ്കിൽ മുഅ്ജിസത്ത്, ആസിഫ് ആണെങ്കിൽ കറാമത്ത്, രണ്ടാണെങ്കിലും അവിടെ കഴിവല്ല. ആ ഇഫ്രീത്താണെങ്കിലോ മുഅ്ജിസത്തുമല്ല കറാമത്തുമല്ല, അതവൻ്റെ കഴിവ്. അതെന്താ? വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാൻ കഴിവുള്ളവനാണ്, വിശ്വസ്തനാണ്. ഇപ്പുറത്തോ കഴിവുള്ളവനാണെന്ന് പറഞ്ഞില്ല. മാത്രമല്ല അടുത്ത ആയത്ത് ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു, തൻ്റെ മുമ്പിൽ ആ സിംഹാസനം വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്, ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ. അപ്പോൾ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ മുഅ്ജിസത്ത്, ആസിഫ് ബിൻ ബർഖിയാണെങ്കിൽ കറാമത്ത്. ആ മുഅ്ജിസത്തും കറാമത്തും അവരുടെ കഴിവല്ല. അതാ ഫദ്ലുൽ ഹഖുമരി വിശാവദത്തിൽ പറഞ്ഞത്, അവിടെ കഴിവേ അല്ല. റബ്ബ് ഉദ്ദേശിക്കുമ്പോൾ റബ്ബ് ഉദ്ദേശിക്കുന്ന കാര്യം റബ്ബ് ഉദ്ദേശിക്കുന്നവരിലൂടെ റബ്ബ് വെളിവാക്കുന്നു, അത്രയേ ഉള്ളൂ. ഇഫ്രീത്ത് ചെയ്യാൻ ഏറ്റതാണെങ്കിലോ അത് കഴിവാണ്. കാരണം വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, അതാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ അഭൗതിക മാർഗം. അതിനാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം പറയാം. അപ്പം ജിന്നിനും മലക്കിനും കാര്യകാരണ ബന്ധത്തിന് അധികമായ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് റബ്ബിനോട് തുല്യപ്പെടുത്തലായി മാറി, അത് ശിർക്കായി മാറി. ആ നിലക്കല്ല സുലൈമാൻ നബി ആവശ്യപ്പെട്ടത്. ഇവിടെ പോലും മുഖാമുഖം നടത്തിയ ആളുകൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ജിന്നും മലക്കൊക്കെ അഭൗതികമായിട്ട് ഇടപെടുന്നത് നമ്മൾ പറഞ്ഞു എന്ന രൂപത്തിൽ പിന്നെ ഇങ്ങോട്ടാക്കാനാണ് പിന്നെ ശ്രമിച്ചത്. അപ്പം അത് ന്യായമല്ല. ഇവിടെ അഭൗതിക പ്രശ്നമേ ഇല്ല. അതിനാണ് ഞാൻ പറഞ്ഞത് എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ചോദ്യങ്ങളും മറുപടികൾ എന്ന പുസ്തകം, അഥവാ അൽമനാറിൽ വന്ന ചോദ്യങ്ങൾ, അതിന് എ പി അബ്ദുൽ ഖാദർ മൗലവി നൽകിയ മറുപടികൾ, അത് ക്രോഡീകരിച്ച് 2 പുസ്തകങ്ങളാക്കി ഇറക്കിയിട്ടുണ്ട്. അതിന് 8-9 പേജുകളിൽ ഈ വിഷയമുണ്ട്. ഇതേ ചോദ്യം വന്നിട്ടുണ്ട്. അത് അന്ന് എ പി അബ്ദുൽ ഖാദർ മൗലവി നൽകിയ മറുപടിയാണ്. ഇവിടെ ജിന്നിൻ്റെ കഴിവിനനുസൃതമായ ശക്തിയാണ് പ്രവർത്തിക്കാധാരമായി പറഞ്ഞിട്ടുള്ളത്. അഭൗതികതര പ്രശ്നമേ ഇതിലില്ല എന്ന് തന്നെയാണ് എ പിയുടെ വാചകം. അവൻ്റെ കഴിവാണ് പ്രവർത്തിക്കാധാരമായി പറഞ്ഞത്. അത് അഭൗതിക പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അഭൗതികമായ തേട്ടം തേടിയില്ലേ, അഭൗതിക മാർഗത്തിൽ സഹായം പ്രതീക്ഷിച്ചില്ലേ എന്ന ഒന്നില്ല. അഭൗതികമായി അവിടെ ജിന്നോട്ട് പ്രവർത്തിച്ചിട്ടുമില്ല. ഇനി സുലൈമാൻ നബിയുടെ മുഅ്ജിസത്തോ ആസിഫിൻ്റെ കറാമത്തോ ആണെങ്കിൽ അത് അഭൗതിക മാർഗമാണ്. അതാവട്ടെ അവരുടെ കഴിവുമല്ല. അള്ളാഹു നേരെ അത് നടപ്പാക്കി കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് പറഞ്ഞത്. മാത്രവുമല്ല ഒറ്റ കാര്യം കൂടി, ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അവിടെ കാണാം ആസിഫ് ആണെങ്കിൽ എങ്ങനെ, അവിടെ ആസിഫ് ബിൻ ബർഖിയ പ്രാർത്ഥിച്ചതാണ് എന്ന് പറയുന്നു. അദ്ദേഹം വുളൂ ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു, എന്നിട്ട് ഷാമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു, എന്നിട്ട് ദുആ ചെയ്തു എന്ന് പറയുകയും ആ പ്രാർത്ഥന അടക്കം ഇബ്നു കസീർ റഹിമഹുല്ല തഫ്സീറിൽ എടുത്ത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഭൗതികമായ കഴിവ് റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് കല്ലിനുമില്ല, മരത്തിനുമില്ല, ജിന്നിനുമില്ല, മനുഷ്യനുമില്ല, പിശാചിനുമില്ല, മലക്കിനുമില്ല, ആർക്കുമില്ല. അത് ആർക്കുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ അവിടെ ശിർക്ക് വന്നു. ആ അർത്ഥത്തിൽ തേടുന്നുവോ അത് പ്രാർത്ഥനയായി, അത് ശിർക്ക്. അത് കല്ലിനോട് തേടിയാലും മരത്തിനോട് തേടിയാലും എന്നൊക്കെ പറഞ്ഞ് ക്ലിപ്പിട്ടല്ലോ, അതൊക്കെ തന്നെ വിഷയം, അതൊക്കെ അത് തന്നെ വിഷയം. അപ്പം ആരോട് എന്നല്ല, എന്തിനോട് എന്നതല്ല, എപ്പോഴും എന്നതല്ല, എന്തിന് എന്നതല്ല, അവൻ അഭൗതിക മാർഗത്തിലെ തേട്ടമാണോ അതിനാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത്. അത് അമ്പിയാക്കൾ റബ്ബിനോട് മാത്രമേ തേടിയിട്ടുള്ളൂ. അതുകൊണ്ട് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ശിർക്ക് ചെയ്തിട്ടില്ല. സാധാരണ സമസ്തക്കാരുമായി തർക്കമുള്ള ഇസ്തിഗാസ എന്നത് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുമില്ല. ഒന്നുകിൽ വെല്ലുവിളിയാണ്, അതല്ലെങ്കിൽ സുലൈമാൻ നബിയുടെ ഓർഡറാണ്, താഴെയുള്ള തൻ്റെ പ്രജകളായ ആളുകളോടുള്ള ഓർഡറാണത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. ഓർഡറാണെങ്കിലും അതല്ല ചോദ്യമാണെങ്കിലും ഓർഡറിലും ഒരു ചോദ്യമുണ്ടല്ലോ. നമ്മുടെ ചർച്ച അതല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് മുഅ്ജിസത്ത് കൊണ്ട് സഹായിച്ചോ എന്നവിടെ നിൽക്കട്ടെ. സുന്നികൾ വിശ്വസിക്കുന്നു മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും മഹാന്മാർക്ക് സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. നമ്മുടെ ചർച്ച അതല്ല. നമ്മുടെ ചർച്ച അഭൗതികമായ സഹായാർത്ഥന. നിങ്ങളവിടെ അഭൗതികം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ അഭൗതികം ഇല്ല എന്ന് പറയുക? ഭൗതികം അഭൗതികം നമുക്കറിയാം. നമ്മളൊക്കെ ചോറ് തിന്നുന്നവരാണ്. എന്താണ് ഭൗതികം, എന്താണ് അഭൗതികം നമുക്കറിയാം. അവിടെ നടന്നത് അഭൗതികമായ സഹായാർത്ഥന അല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? കിലോമീറ്റർ, നിങ്ങൾ നേരത്തെ പറഞ്ഞു മീറ്റർ കണക്കിനല്ല, നമുക്കറിയാം മീറ്റർ കണക്കിനല്ല ശിർക്ക്. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. മീറ്റർ കണക്കിനോ വെളിയിലോ പറച്ചിലോ അല്ല ശിർക്ക്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, എല്ലാ സഹായത്തിൻ്റെയും കേന്ദ്രം അള്ളാഹു ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരോട് സഹായം ചോദിക്കുമ്പോഴും
അത് ശിർക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഇവിടുത്തെ നമ്മുടെ ചർച്ച അഭൗതികമായ ഒരു സഹായാർത്ഥന ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതും കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സിംഹാസനം, തൊട്ടടുത്താണെങ്കിൽ പിന്നെ അവിടെ അത്ഭുതമില്ല. കാരണം ഒന്ന് എടുത്തു തരാൻ പറയാൻ അത്ഭുതമല്ല. ഈ കസേര എനിക്ക് വേണമെന്ന് പറയൽ അത്ഭുതമല്ല. നേരെ മറിച്ച് അവിടെ ഇരിക്കുന്ന ഒരു കസേര ഇദ്ദേഹത്തിനോട് ഞാൻ എടുത്തുകൊണ്ട് വരാൻ പറയൽ അതൊരു അഭൗതികം തന്നെയാണ്. ഈ അഭൗതികമായ സഹായാർത്ഥനയാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ചോദിച്ചത്. കൊണ്ടുവന്നവർ ആരുമാകട്ടെ, ഏതായാലും അമാനി മൗലവി അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചർച്ച അഭൗതികമായ ഒരു സഹായാർത്ഥന ഇത് നടത്താൻ പാടില്ല എന്ന് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ വിശദീകരണത്തിൽ മുജാഹിദ് പഠിപ്പിക്കുന്നു. ഇതാണ് എൻ്റെ ചോദ്യം. സുഹൃത്ത്, അതാണ് പറഞ്ഞത്. അഭൗതികമായി ചോദിച്ചിട്ടില്ല, അഭൗതികമായ ചോദ്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. അത് ഭൗതികമാണ്. 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ സുലൈമാൻ നബിയുടെ ആ സദസ്സിലുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം. 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം എനിക്കൊന്നും കൊണ്ടുവരാൻ പറ്റൂല, പക്ഷെ കൊണ്ടുവരാൻ പറ്റുന്നവർ അവിടെയുണ്ട്. കാരണം സുലൈമാൻ നബിയുടെ സദസ്സിൽ മനുഷ്യന്മാർ മാത്രമല്ല, അവിടെ ജിന്നുകളുണ്ട്, അവിടെ പിശാചുക്കളുണ്ട്, കാറ്റുണ്ട്, പക്ഷിയുണ്ട്, മൃഗങ്ങളുണ്ട്. അതൊക്കെ സുലൈമാൻ നബിയുടെ കീഴ്പ്പെടുത്തപ്പെട്ടവരാണ്. അതിലെ കാറ്റിനെ പറ്റി അല്ലാഹു പറഞ്ഞത് എന്താണ്? ഒലി സുലൈമാൻ റീഹ ഉദുവുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്ർ. പ്രഭാതത്തിൽ ഒരു മാസം സഞ്ചരിക്കുന്ന കാറ്റ്, പ്രദോഷത്തിൽ ഒരു മാസം സഞ്ചരിക്കുന്ന കാറ്റ്. ആ കാറ്റിനെ ശ്രദ്ധിക്ക്. ഒലി സുലൈമാൻ റീഹ, സുലൈമാൻ നബിക്ക് നാം കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തു. എങ്ങനെ? ഉദുവുഹാ ശഹ്റുൻ, ആ കാറ്റ് ഒരു പ്രഭാതത്തിൽ ഒരു മാസം സഞ്ചരിക്കും, ഒരു മാസത്തെ വഴിദൂരം താണ്ടും. വറവാഹുഹാ ശഹ്റുൻ, തിരിച്ച് വൈകുന്നേരം ഒരു മാസത്തെ വഴിദൂരം താണ്ടും. അങ്ങനത്തെ കാറ്റ് സുലൈമാൻ നബിന്റെ കീഴിലുണ്ട്. ആ കാറ്റിനും പോയി കൊണ്ടുവരാൻ പറ്റും വേണമെങ്കിൽ. ഒരു ഒറ്റ പ്രഭാതം കൊണ്ട് ഒരു മാസത്തെ ദൂരം സഞ്ചരിക്കുന്ന കാറ്റ്, ആ കാറ്റ് അവിടെ പോയിട്ട് ആ സിംഹാസനം കാറ്റിൻ്റെ പാറിക്കൊണ്ടുവന്നു. അഭൗതികാണോ? അല്ല. അതേ സുലൈമാൻ നബിയുടെ കീഴിൽ ജിന്നുകളുണ്ട്. ആ ജിന്നിൽ പല സൈസുണ്ട്. ആ ജിന്നിൽ വികലാംഗന്മാരുണ്ടാവും, ആ ജിന്നിൽ മല്ലന്മാരുണ്ടാകും, അതിൽ കഴിവുള്ളവനും കഴിവില്ലാത്തവനും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇഫ്രീത്തുൽ മിനൽ ജിന്ന് പ്രത്യേകം പറഞ്ഞത്. എല്ലാ ജിന്നും അത് പറഞ്ഞിട്ടില്ല. ജിന്നിൽപ്പെട്ടൊരു മല്ലൻ അവൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം. എപ്പോഴേക്ക്? ഉച്ചയാകുമ്പോഴേക്ക്. അതാണ് എൻ്റെ ഭൗതികത. അതാണ് ഭൗതികത. ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ എത്തിക്കാം. എപ്പം എങ്ങനെ എത്തിക്കാം? അവൻ നേരെ അങ്ങോട്ട് പോകും. ഓക്കെ, അത് മതി, ഉച്ചയാകുമ്പോഴേക്ക് കിട്ടിയാൽ മതി എന്ന് മറുപടി കിട്ടിയാൽ ഇഫ്രീത്ത് നേരെ അങ്ങോട്ട് പറക്കും. അവിടെ ചെന്ന് ആ സിംഹാസനം പൊക്കിയെടുത്ത് അതുമായി വന്ന് ഇവിടെ എത്തിച്ചു കൊടുക്കും. അതാണ് ഭൗതികത. അതിനവന് വേണ്ട സമയമാണ് ഉച്ചവരെ. അന ആതീക ബിഹി, ഞാനത് കൊണ്ടുവരാം. ഖബൽ അൻ തഖൂമ മിൻ മഖാമിക്, താങ്കൾ ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട്. അപ്പൊ രാവിലെ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി ഇരുന്നാൽ ഉച്ചക്കാണ് എഴുന്നേൽക്കാറുള്ളത്. അപ്പൊ രാജസദസ്സ് പിരിയുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. അതാണ് ഭൗതികത. എങ്ങനെ കൊണ്ടുവരും? ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാൻ കഴിവുള്ളവനാണ്. സുലൈമാൻ നബി ചോദിച്ചാൽ എനിക്ക് എങ്ങനെ കഴിവുണ്ടാകുക? അഭൗതിക കഴിവ് അല്ലാഹ്ക്കേ എന്ന് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആ കവിയെ ഏതല്ല? അഭൗതികമായ കഴിവല്ല. അഭൗതികമായ കഴിവാണെങ്കിലോ മായം ലിക്കുന മിൻ ഖിത്മീർ, ആ ഇഫ്രീത്തിനും എന്തില്ല? മായം ലിക്കുന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമയാക്കുന്നില്ല. ആ ഇഫ്രീത്താണെങ്കിലും ഉച്ചയാകുമ്പോഴേക്ക് അവിടെ പോയി സിംഹാസനം പൊക്കിക്കൊണ്ട് വരാമെന്ന് ഏറ്റ ആ ഇഫ്രീത്തിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഓതാനുള്ള ആയത്തേതാ? മായം ലിക്കുന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അപ്പോഴത്തും ചോദിക്കായി അത് ശരിയല്ലോ, കാരക്കക്കുരുവിൻ്റെ പാട ഇല്ലെന്ന് പറയാൻ പറ്റൂതല്ലോ. ഇന്നി അലൈഹി കവിയുൻ, ഞാൻ കഴിവുള്ളവനാന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ, പിന്നെ എങ്ങനെ ഇവിടെ കഴിവില്ല എന്ന് പറയാൻ? അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ കഴിവ് വേറെ, ഇല്ല എന്ന് പറഞ്ഞ കഴിവ് വേറെ. ഉണ്ട് എന്ന് പറഞ്ഞ കഴിവേതാ? ഇന്നി അലൈഹി കവിയുൻ, ഞാനതിൽ കഴിവുള്ളവനാണ്. ആ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കാവോ? ഇല്ല. ആ ഇഫ്രീത്തിന് ഉച്ചയാകുമ്പോഴേക്ക് അത് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല, തൗഹീദാണ്. എന്നാൽ അഭൗതികമായ മാർഗത്തിലാണെങ്കിലോ മായം ലിക്കുന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിൻ്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അപ്പം അഭൗതികമായി ഈ കസേര അപ്പുറത്തേക്ക് മാറ്റിയിടാൻ പറ്റുന്ന വിശ്വസിച്ചാൽ ശിർക്കായി. അതാണ് ഞാൻ പറഞ്ഞു കിലോമീറ്റർ വേണ്ടാൻ. തൊട്ട് മുമ്പ് കാണുന്ന കസേര അപ്പുറത്തേക്ക് മറിച്ചിടാൻ അഭൗതികമായി കഴിയും, കാരണങ്ങളില്ലാതെ കഴിയുമെന്ന് പറഞ്ഞാൽ ശിർക്കായി. ആ ജിന്ന് വിചാരിക്കുക അതങ്ങോട്ട് പോട്ടെ, പണി പോകും. ഇല്ല, അങ്ങനെ കാരണമില്ല. അങ്ങനെ കാരണമില്ല. അതിങ്ങോട്ട് മാറി നിൽക്കട്ടെ, അപ്പം മാറി നിൽക്കുക. അങ്ങനെ ഒന്നില്ല, അങ്ങനെ കാരണമില്ല. പിന്നെന്താ കാരണം? അവിടെ പോയി ആ സിംഹാസനം പൊക്കി ഇവിടെ കൊണ്ടുവരുന്നു. അതിനവന് കഴിവുണ്ട്. ആ കഴിവുണ്ട് വിശ്വസിച്ച ശിർക്കല്ല.
എന്നാൽ ആ കഴിവ് മൊയ്തീൻ ശൈഖ് കൊണ്ട് വിശ്വസിച്ചാലോ ഷിർക്കായി. അതാ വ്യത്യാസം. അല്ല സുന്നാളെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഒമൻ നസ്റുല്ലാമിൻ എന്തില്ല പഠിച്ചോന്നനെ സഹായിക്കുന്നതെന്ന് വിശ്വസിച്ചാൽ പിന്നെ എവിടെയും പോയി തേടാന്നല്ല. പഠിച്ചോന്നനെ സഹായിക്കുന്നത് ലോകത്ത് ഒട്ടുമിക്ക ആൾക്കാരും വിശ്വസിക്കുന്നത്. നിരീശ്വരവാദികളിൽ തുച്ഛം ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇമാം റാസി പറഞ്ഞല്ലോ, വഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാബിഹി ഫിൽ ഇൽമി വൽ ഹിക്മതി വൽ ഖുദ്റതി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. കഴിവിലും അറിവിലും അതേപോലെ ഹിക്മത്തിലുമൊക്കെ അള്ളാഹ്ക്ക് തുല്യനാകുന്ന മറ്റൊരു പങ്കുകാരൻ ഉണ്ടെന്ന് ലോകത്തിനെ വരെ ഒരാളും വിശ്വസിച്ചിട്ടില്ല എന്ന് ഇമാം റാസി തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെക്കുന്നുമുണ്ട്. അതുകൊണ്ട് അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് ജിന്നിനുമില്ല, അത് മലക്കിനുമില്ല, അത് സുലൈമാൻ നബിക്കുമില്ല, ഒരു പ്രവാചകന്മാർക്കുമില്ല. അതുകൊണ്ട് മുഴുവത്ത് കറാമത്ത് കൊണ്ട് അമ്പിയാവുലാക്കന്മാർ സഹായിക്കാൻ കഴിയും എന്ന വിശ്വാസം ശരിയല്ല. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അവിടെ സമസ്തയ്ക്ക് വെച്ചത് ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അങ്ങനെ കഴിവ് അവർക്കില്ല. സുലൈമാൻ നബിയുടെയും കഴിവല്ല. ഇനി ആ സിംഹാസനം കൊണ്ടുവന്നത് സുലൈമാൻ നബി ആണെങ്കിൽ പോലും സുലൈമാൻ നബിയുടെ കഴിവല്ല. അതാ റാസിയൊക്കെ ബലപ്പെടുത്തിയത്. റാസി റഹിമഹുള്ള ആരാ കൊണ്ടുവന്നതിന് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ബൽ ഹുവ സുലൈമാനു നഫ്സു, സുലൈമാൻ നബി തന്നെയാണ് അത് കൊണ്ടുവന്നത്. വഹാദൽ ഖൗലു അഖ്റബു, ആ അഭിപ്രായമാണ് സത്യത്തോട് കൂടുതൽ അടുത്തത്. ലിവുജൂഹിൻ, പല കാരണങ്ങളാൽ. എന്നിട്ട് അദ്ദേഹം 5 കാരണം നിരത്തി വെച്ചിട്ട് പറയാ, ഈ 5 കാരണം കൊണ്ട് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് കൊണ്ടുവന്നത്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നു എന്ന് വിശ്വസിച്ചാൽ സുലൈമാൻ നബിക്ക് അബൗദിക കഴിവുണ്ടെന്ന് വരൂല. സുലൈമാൻ നബിയുടെ മുഴുവത്തായിട്ട് കണ്ണു ചെമ്മി തുറക്കും മുമ്പ് ആ സിംഹാസനോട് എത്തി എന്ന് തന്നെ വിചാരിക്കാം. എത്തിയിട്ടുണ്ട്, സത്യമാണ്. അത് സുലൈമാൻ നബിയുടെ മുഴുവത്താണെങ്കിൽ അപ്പോൾ സുലൈമാൻ നബിക്ക് അബൗദികമായ കഴിവുണ്ട് വന്നില്ലേ? ഇല്ല, സുലൈമാൻ നബിയുടെ കഴിവല്ല. അതുകൊണ്ടാണ് ജിന്ന് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? ഞാൻ കഴിവുള്ളവനാണ്. എന്നാൽ കണ്ണു ചെമ്മി തുറക്കും മുമ്പ് കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോഴോ ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞില്ല. അതാ വ്യത്യാസം. ആ കഴിവ് സുലൈമാൻ നബിക്കില്ല, അത് അള്ളാഹ്ക്കേ ഉള്ളൂ. അപ്പോൾ സുലൈമാൻ നബിയുടെ മുഴുവത്തായിട്ട് അള്ളാഹുടെ വെളിവാക്കി. അല്ലെ ആസഫിന്റെ കറാമത്തായിട്ട് പടച്ചോടെ കൊണ്ടുവന്നിർത്തു. ആസഫ് ദുആ ചെയ്തു, വുളൂ ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു, പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഉത്തരമായി റബ്ബ് എത്തിച്ചു കൊടുത്തു. ആസഫിന്റെ കഴിവല്ല. അതുകൊണ്ട് അത് ഇവിടെ എത്തിയപ്പോൾ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ. എന്നെ പരീക്ഷിക്കാൻ. എന്താ പരീക്ഷണം? അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ, ഞാൻ നന്ദി കേട് കാണിക്കുമോ എന്നെ പരീക്ഷിക്കാൻ റബ്ബ് തന്ന ഔദാര്യമാണ് എന്ന് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ അഭൗതികമായ തേട്ടം ഉണ്ടായിട്ടില്ല, അഭൗതികമായ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് ആർക്കാണ് ചെയ്യാൻ പറ്റുക എന്ന വെല്ലുവിളി ഒന്നുകിൽ, അല്ലെങ്കിൽ തൻ്റെ പ്രജകളോടുള്ള ഒരു കൽപ്പന, ഒരു ഓർഡർ, അതുമായിരിക്കാം. രണ്ടാണെങ്കിലും അഭൗതികമായ സഹായാർത്ഥന ഇല്ല. അഭൗതിക മാർഗത്തിൽ അല്ല അവിടെ ഇഫ്രീത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. എന്നാൽ കറാമത്തോ മൊഴിതത്തോ ആണെങ്കിൽ അഭൗതിക മാർഗമാണ്. അതാവട്ടെ അവിടെ കഴിവുമല്ല, റബ്ബ് നേരിട്ട് നടപ്പാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് കറാമത്ത് മുഴുവത്ത് എന്ന കഴിവിൻ്റെ സ്ഥാനത്തിൽ അവർ നമ്മെ സഹായിക്കുമെന്ന വിശ്വാസം ശരിയല്ല, അത് ശിർക്കാണ്. അത് റബ്ബിനോട് അവരെ തുല്യപ്പെടുത്തലാണ്. എന്നാൽ ആ ജിന്നിന് ഉച്ചയാകുമ്പോഴേ കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കല്ല. ആ കഴിവ് അഭൗതിക കഴിവല്ലാത്തത് കൊണ്ട് ജിന്നും മലക്ക് അഭൗതിക എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചോദ്യം അവിടെ പ്രസക്താവും. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിരുന്നു. ഞാൻ അടുത്ത ആഴ്ച ഉണ്ട്, അന്ന് വന്നാലും കുഴപ്പമില്ല, അപ്പോഴും പറ്റും. നേരെ മറിച്ച് കാരണം എന്താ അവർ പറഞ്ഞത് ജിന്നും മലക്ക് അഭൗതികമാണെന്ന്. നമ്മുടെ മടവൂർ വിഭാഗവും ഇപ്പം KNM സ്വന്തമാക്കിയ സംഘടനാ പക്ഷപാതികളും ഒക്കെ പറയുന്നത് ജിന്നും മലക്കിൻ്റെയും കഴിവ് അഭൗതികമാണ്. അപ്പം അവിടെ പോയി ചോദിക്കാം, കവിയുൻ, ഞാൻ കഴിവുള്ളവനാണെന്ന് ഖുർആനിൽ അവിടെ പറഞ്ഞല്ലോ. അപ്പോൾ ജിന്നിന് കഴിവുണ്ടെന്ന് വന്നല്ലോ. ജിന്ന് അബൗദിക നിങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അബൗദിക കഴിവ് അള്ളാഹുലേക്ക് ഉണ്ടെന്ന് വന്നില്ലേ? അപ്പം നിങ്ങൾ 100 കൊല്ലം പറഞ്ഞ തൗഹീദ് പൊളിഞ്ഞില്ലേ എന്ന് വേണമെങ്കിൽ അവിടെ പോയി ചോദിക്കാം. നമ്മളെ സംബന്ധിച്ച് ഇതിന് ഒരു പ്രയാസവുമില്ല. AP അബ്ദുൽ ഖാദർ മൗലവി അന്ന് എഴുതി വെച്ച മറുപടി അങ്ങനെ തന്നെ എടുത്തുദ്ധരിച്ചാൽ തന്നെ പൂർണ്ണമായി എന്നാണ് സൂചിപ്പിച്ചത്. അള്ളാഹു അഅലം. അപ്പോൾ ഏതായാലും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചോദ്യം അഭൗതികമല്ല, അത് ഭൗതികമാണെന്ന രീതിയിൽ പറഞ്ഞു നിൽക്കുന്നു. അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് താങ്കൾ സാന്ദർഭികമായൊരു കാര്യം ഉണർത്തി. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോകത്തുള്ള എല്ലാ മുശ്രിക്കും അവർ അവരുടെ മറ്റ് ബിംബങ്ങളെയൊക്കെ ആരാധിക്കുമ്പോഴും അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമ്പോഴും ആ വിഷയത്തിൽ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്ന രീതിയിൽ ഇമാം റാസിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞു. മക്ക മുശ്രിക്കീങ്ങൾക്കും അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ അതല്ല പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, വേണമെങ്കിൽ പറഞ്ഞോളാം. പറഞ്ഞതല്ല.
പറഞ്ഞത് വഅലം അന്നഹു ലൈസ ഫിൽ ആലിമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാബിഹി ഫിൽ ഇൽമി വൽ ഹിക്മത്തി വൽ ഖുദ്റത്തി വൽ വുജൂദ് വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. അതാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിന് ശരീക്കുണ്ട് എന്ന വിഷയത്തിൽ തർക്കമില്ലെന്നാ? അല്ല, അതല്ല. ഞാൻ വിശദീകരിച്ചു തരാം. നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അല്ല, അങ്ങനെയാണ് ആ കിതാബിന് കാണുന്നത്. അതായത് അള്ളാഹുവിനോട് അറിവിലും കഴിവിലും അസ്തിത്വത്തിലും അതേപോലെ ഹിക്മത്തിലും തുല്യനായ മറ്റൊരു പങ്കാളിയുണ്ട് എന്ന് ലോകത്ത് ഇന്നേ വരെ ഒരാളും വിശ്വസിച്ചിട്ടില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കുന്ന ഈ അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, അഥവാ സുന്നികൾ വിശ്വസിക്കുന്ന വിശ്വാസം. അള്ളാഹുവിന് വുജൂദ്, ഖിദം, ബക്കാ, മുഖാലഫത്ത്, ഇങ്ങനെ 20 സിഫത്ത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇതേ സിഫത്ത് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരാളെ ലോകത്തൊരു ഹിന്ദുവും ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ ആശയം അങ്ങനെ പോകുന്നത്? അതുമല്ല. അങ്ങനെ നിങ്ങളുടെ ആശയം പോകുന്നത് അല്ല. റാസി ഇമാം പറഞ്ഞ ഉദാഹരണം എനിക്കൊന്നിപ്പോ കാണണം. അതിനെ പറഞ്ഞു വഅലം അന്നഹു ലൈസ ഫിൽ ആലമി കിതാബുണ്ടോ? സൂറത്ത് ബഖറയിൽ അല്ല, റാസി ഇമാമിന്റെ വിശദീകരണം. അതിനെ പറഞ്ഞു വഅലം അന്നഹു തഫ്സീർ ഒന്ന് കാണണോ? അതിനെ പറഞ്ഞു തഫ്സീറേ പറയണത് കേൾക്കി. വഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാബിഹി ഫിൽ ഇൽമി വൽ ഹിക്മത്തി വൽ ഖുദ്റത്തി വൽ വുജൂദി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആന. ഇത് ആയത്തല്ലേ? ഇത് തഫ്സീറല്ലേ? ആ തഫ്സീറാ കാണണമെന്ന് പറഞ്ഞു. കാണണമെന്നോ? കിതാബ് കൊണ്ടുവന്നില്ല. ഇല്ലെങ്കിൽ ഇല്ല നിങ്ങൾ പറഞ്ഞോളി, അപ്പൊ കാണിച്ചു തരാം. എങ്ങനെ കിതാബ് ഇല്ല നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ പറഞ്ഞോളി. കിതാബ് ഉണ്ടോന്ന് സ്ഥിരപ്പെടുത്തണ കിതാബിൽ കാണണം. ശരി, നിങ്ങൾ കിതാബ് ഇല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോളി. നല്ല ആവശ്യമുള്ളൂ. എപ്പോ അന്വേഷിക്കണം? നിങ്ങൾ അന്വേഷിച്ചോളി, എപ്പോഴും അന്വേഷിച്ചോളി. നിങ്ങൾക്ക് ഇത് നെറ്റിന്റെ അപ്പടിച്ചപ്പ് കിട്ടുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അടിച്ചത് കിട്ടും. ഈ ഭാഗത്ത് അടിച്ചു നോക്കി അപ്പൊ കിട്ടും. എന്നാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കം ലോകത്തുള്ള മുഴുവൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അടക്കം വിശ്വാസം മക്കാ മുശ്രിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞു. അന്നഹ തളുറു വതൻഫഉ വതശഫഉ ബിഗൈരി ഇദ്നില്ലാ വതശഫഉ ബിഗൈരി ഇദ്നില്ലാ. അല്ലാഹുവിന്റെ അനുമതി കൂടാതെ സഹായിക്കുമെന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. അവർ അവരുടെ ബിംബങ്ങളെ ആരാധിച്ചപ്പോഴും അവർ ശിർക്ക് ചെയ്യുമ്പോഴും അവർ വിശ്വസിച്ചത് അന്നഹ തളുറു ഉപകാരം ചെയ്യും, ബുദ്ധിമുട്ടുണ്ടാക്കും, തൻഫഉ ഉപകാരം ചെയ്യും. ലാത്തയും അതുപോലുള്ള ബിംബങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചു ഈ ബിംബങ്ങൾക്കൊക്കെ സ്വന്തമായി കഴിവുണ്ടെന്നാണ്. എത്രത്തോളം എന്ന് റാസി ഇമാം പറഞ്ഞു. ഇമാം റാസി തഫ്സീറാണ്. സ്വന്തമായി കഴിവുണ്ടായിരുന്ന ബിഗൈരില്ല, അള്ളാന്റെ അനുമതി കൂടാതെ, അള്ളാന്റെ സഹായം കൂടാതെ. അള്ളാന്റെ അനുമതി കൂടാതെ കഴിവില്ലാതെ. അനുമതി എന്ന് പറഞ്ഞാൽ കഴിവല്ല. പിന്നെന്താ? അതാണ് അവിടെ പേടിച്ചു നിൽക്കി. ഞാൻ പറഞ്ഞിരുന്നോളി, ഞാൻ പറഞ്ഞുതരാം. വതിൽക സിഫാത്തുല്ലതി തഖയ്യലുഹാ ഫി അസ്നാമിഹിം. നിങ്ങൾ ഉദ്ധരിച്ച ഉദ്ധരണിയുടെ ആദ്യ ഭാഗം അതാണ്. വതിൽക സിഫാത്തുല്ലതി തഖയ്യലുഹാ ഫി അസ്നാമിഹിം അന്നഹാ തളുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇബാദത്ത്. വതിൽക സിഫാത്തുല്ലതി തഖയ്യലുഹാ ഫി അസ്നാമിഹിം. അവർ അവിടെ വിഗ്രഹങ്ങൾക്ക് ഉണ്ട് എന്ന് സങ്കല്പിച്ച വിശേഷണങ്ങൾ. അതെന്താ? അന്നഹാ തളുറു, ആ വിഗ്രഹങ്ങൾ ഉപദ്രവം ചെയ്യും. വതൻഫഉ, അവർ ഉപകാരവും ചെയ്യും. വതശ്ഫഉ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശയും ചെയ്യും. എങ്ങനെ ശുപാർശ ചെയ്യും? ബിഗൈരി ഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ശുപാർശ ചെയ്യും. അനുമതി അവിടുക്ക, അനുമതി ശുപാർശയ്ക്കാണ്, ദുർറിലേക്കല്ല. അന്നഹാ തളുറു, അവർ ഉപദ്രവം ചെയ്യും. വതൻഫഉ, ഉപകാരം ചെയ്യും. വതശ്ഫഉ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശയും ചെയ്യും. ബിഗൈരി ഇദ്നിഹി, അള്ളാഹിന്റെ അനുവാദം കൂടാതെ. അപ്പൊ ശുപാർശ ചെയ്യാൻ അനുവാദം കിട്ടേണ്ടതില്ല. അതാ പഠിച്ചോൻ ഗണ്ണിച്ചത്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ആരുണ്ട് ശുപാർശ ചെയ്യാൻ അള്ളാഹിന്റെ അനുമതി ഇല്ലാതെ? അതാ മക്കത്തെ മുസ്ലിം വിശ്വാസം. ഇവിടെ മക്കത്തെ മുസ്ലിം വിശ്വാസം അല്ലേ അർത്ഥം. നമ്മൾ സുലൈമാൻ നബി ഞങ്ങൾ വിടല്ലേ, നമുക്ക് അതാകെ പ്രതീക്ഷ ഉള്ളത്. സുലൈമാൻ നബി വന്നാൽ നമുക്ക് എല്ലാം ക്ലിയർ ആവും. നിങ്ങൾക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ക്ലിയർ ആവും. അപ്പം മക്കത്തെ മുസ്ലിമിനെ വിശ്വസിക്കാൻ പോകല്ലേ. അപ്പോൾ നമ്മൾ വിഷയം ഇതാണല്ലോ. നിങ്ങൾ ഇത് ക്ലിയർ ആയെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അടുത്തേക്ക് പോകാം. ഏതായിരുന്നാലും ഇവിടെ മക്കയിലെ മുസ്ലിങ്ങൾക്ക് ഒരുപാട് പിഴച്ച വിശ്വാസമുണ്ട്, തർക്കമൊന്നുമില്ല. ഓല് ബിംബുണ്ടാക്കിയിട്ടുണ്ട്, ബിംബത്തിനെ ആരാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിനൊക്കെ അവർ ആരാധിച്ചിട്ടുണ്ട്. അതൊക്കെ ശരി, ഒരു ചെയ്ത് ശിർക്ക് തന്നെയാണ്. ഇവിടെ വിഷയതല്ലേ. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഉദ്ധരണി എന്തിനാ പറഞ്ഞത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്താ? അള്ളാഹുവിൽ നിന്നാണ് എല്ലാ സഹായവും എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരോട് തേടിയാലും ശിർക്കാവൂല എന്ന് പറഞ്ഞത്. അത് ശരിയല്ല എന്ന് പറയാനാ ഞാനിത് പറഞ്ഞത്. അല്ല മക്കത്തെ മുസ്ലിക്ക് വിഷയം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാനിത് പറഞ്ഞത് അതിനാണ്. അള്ളാഹുവിനെ പോലെ അറിവുള്ള, അള്ളാഹുവിനെ പോലെ കഴിവുള്ള, അള്ളാഹുവിനെ പോലെ വുജൂദുള്ള, അള്ളാഹുവിനെ പോലെ ഹിക്മത്തുള്ള ഒരു ശരീക്ക്, ഒരു പങ്കുകാരൻ
റബ്ബിനുണ്ട് എന്ന് ലോകത്തൊരാളും വിശ്വസിച്ചിട്ടില്ല. വഹാദ മിമ്മാലം യൂജദ് ഇലൽ ആൻ, ഇന്നേ വരെ അത് ഉണ്ടായിട്ടുമില്ല എന്ന് പറയുന്നു. അപ്പൊ അള്ളാനെ പോലെ അറിവുണ്ട്, അള്ളാനെ പോലെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ എന്ന് പറയാൻ വകുപ്പില്ല. അതിനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ലോകത്താരും ശിർക്ക് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പോട്ടെ, വിഷയമല്ല. ഇവിടെ വിഷയം എന്താണ്? നമ്മൾ ഭൗതിക അഭൗതികങ്ങളെ വിഷയം എടുത്തത്. ജിന്നിന്റെ കഴിവ് ഭൗതികമാണോ അഭൗതികമാണോ ഈ ചോദ്യം ചോദിച്ചതിനാണല്ലോ. സുലൈമാൻ നബി ശിർക്ക് ചെയ്തോ, സുലൈമാൻ നബി അഭൗതികമായ സഹായം തേടിയില്ലേ, അതാണല്ലോ വിഷയം. അതാണ് നമുക്ക് ആദ്യം ക്ലിയർ ആക്കേണ്ടത്. അത് നിങ്ങൾ ക്ലിയർ ആയെങ്കിൽ അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. നമ്മൾ നിങ്ങളെ ആക്ഷേപിക്കാൻ പറയല്ലോ കേട്ടോ, ആത്മാർത്ഥമായി സൂചിപ്പിക്കാൻ. അപ്പം നിങ്ങൾ ഫസ്റ്റ് ചോദ്യം തുടങ്ങിയ എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് അഭൗതികമായി സഹായം തേടിയ അമ്പിയാക്കളെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്നാ. അതിനാ ഞാൻ എന്തു പറഞ്ഞത്? ഒരു നബിയും അങ്ങനെ തേടിയിട്ടില്ല, ഒരു നബിയും തേടിയിട്ടില്ല. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. സുലൈമാൻ നബി തേടിയ തേട്ടവും അഭൗതികമായ തേട്ടമല്ല. നേരെ മറിച്ച് സുലൈമാൻ നബിയുടെ മുമ്പിൽ മനുഷ്യർ മാത്രമല്ല, ജിന്നുകളുണ്ട്, പിശാചുക്കളുണ്ട്, കാറ്റുണ്ട്, പക്ഷിയുണ്ട്, മൃഗമുണ്ട്. ഇതെല്ലാം സുലൈമാൻ നബി കീഴ്പ്പെടുത്തപ്പെട്ടവയാണ്. അതുകൊണ്ടും അവിടെയുള്ള മനുഷ്യന്മാരെ കഴിവല്ല അവിടുത്തെ ജിന്നിന്. ആ ജിന്നിൽ തന്നെ സാധാരണ ജിന്നിന്റെ കഴിവല്ല ജിന്നിൽപ്പെട്ട ഇഫ്രീത്തിന്. അതേപോലെ കാറ്റിന് മനുഷ്യന്റെ കഴിവല്ല, അവിടുത്തെ പക്ഷികൾക്ക് മനുഷ്യന്റെ കഴിവല്ല. ഓരോന്നിനും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ആ കഴിവുകളെയാണ് ഭൗതിക കഴിവ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത്. ഇപ്പൊ കാറ്റിന് കഴിവുണ്ട്. എങ്ങനെ? ഒരു മാസത്തെ ദൂരം പ്രഭാതത്തിൽ സഞ്ചരിക്കുന്നു, ഒരു മാസത്തെ ദൂരം പ്രദോഷത്തിലും സഞ്ചരിക്കുന്നു. അത് മനുഷ്യന് കഴിയില്ല. അത് മനുഷ്യനപ്പുറത്തുള്ള മനുഷ്യന് അതീതമായ കഴിവാണ്. അതുകൊണ്ട് കാറ്റിന് ആ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കാവോ? ഇല്ല. അതേപോലെ മരംകൊത്തിയാണ് അവിടെ പോയിട്ട് വിവരം കൊണ്ടുവന്നത്. ഹുദ് മരംകൊത്തിയാണ് അവിടെ ചെന്ന് വിവരവുമായി വന്നത്. ഞാൻ അവിടെ ഒരു രാജ്ഞിയെയും കൗമിനെയും കണ്ടു സൂര്യനെ ആരാധിക്കുന്നവരായിട്ട്. അത് മരംകൊത്തിയ വിവരം കൊടുത്തത്. അപ്പോൾ ആ കഴിവ് മനുഷ്യനുണ്ടോ? അവിടെ പോയി വിവരം കിട്ടി പാറി വന്ന് കൊടുക്കാൻ മനുഷ്യന് കഴിയോ? ഇല്ല. അത് അഭൗതിക കഴിവാണോ? അല്ല. അത് മരംകൊത്തിയുടെ വ്യവസ്ഥയാണ്, മരംകൊത്തിക്കുള്ള കഴിവാണ്. എന്നതുപോലെ ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നിൽപ്പെട്ട മല്ലൻ പറഞ്ഞു ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ കൊണ്ടുവരാം. അപ്പം ആ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്ക് വന്നോ? ഇല്ല. ജിന്നിന്, ആ ഇഫ്രീത്തിന് അങ്ങനെ കഴിവുണ്ട്. ഉച്ചയാകുമ്പോഴേക്ക് സഭയിൽ ചെന്ന് സിംഹാസനം പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ ആ ഇഫ്രീത്തിന് കഴിയും എന്നൊരാൾ വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. എന്നാൽ മുഹീദ്ദീൻ ശൈഖിന് കഴിയുമെന്ന് വിശ്വസിച്ചാലോ? ശിർക്കാണ്. അവിടെ വ്യത്യാസപ്പെടുന്നത്. ഞാൻ പറഞ്ഞു ഇരുന്നോടെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അവിടെ മുഹീദ്ദീൻ ശൈഖിന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. ഇനി ആ ഇഫ്രീത്ത് മരിച്ചു വിചാരിക്കുക. ആ ഇഫ്രീത്ത് സുലൈമാൻ നബിയുടെ കാലത്തല്ലേ, ഒരിക്കൽ എത്ര ആയുസ് നമുക്കറിയില്ല. ആ ഇഫ്രീത്ത് മരിച്ചു പോയി വിചാരിക്കുക. ആ മരിച്ചു പോയാലും ആ ഇഫ്രീത്തിന് ഇപ്പോഴും വേണമെങ്കിൽ അവിടെ പോയിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിച്ചാലോ? ശിർക്ക് വന്നു. ആ മരിച്ച ഇഫ്രീത്തിന് കഴിയുന്ന വിശ്വസിച്ചാൽ ശിർക്ക് വന്നു. എന്നാൽ അന്ന് സുലൈമാൻ നബിയുടെ മുമ്പിലുള്ള ഇഫ്രീത്ത് അപ്പറഞ്ഞ കാര്യം ഉച്ചയാവുമ്പോഴേക്ക് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ കാര്യം വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. എന്തുകൊണ്ട്? ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാനതിന് കഴിവുള്ളവനാണ്. എന്നാ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയാൻ പറ്റുമോ? ഇല്ല. മുഹീദ്ദീൻ ശൈഖ് കറാമത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. കറാമത്ത് ഉണ്ടെങ്കിൽ പോലും മുഹീദ്ദീൻ ശൈഖിനെ കഴിവല്ല. അതുകൊണ്ട് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോ അവർ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ശിർക്കാണ്. കുപ്പിക്കുള്ളിൽ വസ്തു കാണും പോലെ മൊയ്തീൻ ശൈഖ് കൽബ് കാണും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശിർക്കാണ്. എന്നാൽ രക്തം സഞ്ചരിക്കുന്നത് പിശാച് സഞ്ചരിക്കും എന്ന് വിശ്വസിച്ചാലോ? അത് ശിർക്കല്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ട് മക്കത്തെ മുസ്ലിക്ക് അവിടെ നിൽക്കട്ടെ, നമുക്ക് പോകാം. ഈ വിഷയത്തിൽ താങ്കൾക്ക് തൃപ്തമായോ? അതല്ല കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇനി അതല്ല അത് കൂടുതൽ പഠിക്കണം എന്നൊക്കെ തൽക്കാലം മാറ്റിവെച്ച് മറ്റു ഭാഗത്തേക്ക് പോവുകയാണോ? എങ്കിൽ നമുക്ക് വിരോധമില്ല. അങ്ങനെ വിഷയം മാറുകയാണെങ്കിൽ പിറകുള്ള ആളുകളോട് കൂടി സമ്മതം ചോദിച്ച് അവർക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഫൈസൽ മൗലവിയുടെ മറുപടി: ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇഫ്രീത്തിനെ മാത്രം ഫോളോ ചെയ്തല്ല ചോദിച്ചത്. നിങ്ങളിപ്പം വൈന്നഹുല കവീൻ ആ ആയത്തിൽ കിടന്നിട്ട് മനുഷ്യർക്കില്ലാത്ത കഴിവ് മലക്കുകൾക്കല്ല കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ജിന്നുകൾക്ക് മറ്റൊരു കഴിവുണ്ട്. മനുഷ്യരിൽ തന്നെ വ്യത്യസ്ത മനുഷ്യരുണ്ട്. നമ്മുടെ ചർച്ച അതല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരാൾ ഫോളോ ചെയ്തിട്ടല്ല ചോദിച്ചത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ അത് മനുഷ്യനോടല്ലേ ചോദിച്ചത്? അല്ല, മനുഷ്യരോട് മാത്രം അല്ല, ജിന്നിനോട് മാത്രമല്ല, ഞാൻ പറയട്ടെ. നമ്മുടെ ചർച്ച ഇപ്പൊ ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ മനുഷ്യനാണ്, നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിനാണ് നമ്മൾ അസാധാരണം എന്ന് പറയാറുള്ളത്, അല്ലേ? അല്ല, പിന്നെ
അതായിക്കൊള്ളുന്നില്ല, ആകാൻ സാധ്യതയില്ലേ? അതാണ് ഇപ്പൊ എങ്ങനെ വേർതിരിക്കുക? എന്താണ് ശിർക്കും തൗഹീദും വേർതിരിഞ്ഞിട്ട് അതല്ല മാനദണ്ഡം. ശിർക്കും തൗഹീദും അടിസ്ഥാനം ഞാൻ പറഞ്ഞു, അതല്ല വിഷയം. എൻ്റെ ചോദ്യം സാധാരണം അസാധാരണം, ഇവിടെ അസാധാരണമല്ല എന്ന് നിങ്ങൾ പറയാൻ അതിനുവേണ്ടി കുറേ വാദങ്ങൾ പറയുന്നു, ഞാനത് അസാധാരണമാണെന്ന് പറയുന്നു. അപ്പോഴാണ് എൻ്റെ ചോദ്യം, സാധാരണം അസാധാരണം എന്ന് നമ്മൾ പറയുന്നത് മനുഷ്യ കഴിവിനതീതം, മനുഷ്യ കഴിവിനപ്പുറം, സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തത് അതിനപ്പുറത്തുള്ളതാണ് സാധാരണം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം ഇവിടെ ഇഫ്രീത്തിനോട് മാത്രം ഫോളോ ചെയ്തിട്ടല്ല ചോദിച്ചത്, സദസ്സിനോടാണ്. സദസ്സിൽ മനുഷ്യരുണ്ട്, ജിന്നുണ്ട്, മറ്റു പലരുമുണ്ട്. സുലൈമാൻ നബിക്ക് ഒരുപാട് പേരെ സ്വാധീനിച്ചുള്ള കൊടുത്തിട്ടുണ്ട്. ഇവിടെ സുലൈമാൻ നബി അസാധാരണമായ, സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അത്ഭുതകരമായ, കാര്യകാരണങ്ങൾക്ക് അതീതമായ ഒരു സംഭവം തന്നെയാണ് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത്. ഇതാണ് ചോദിച്ചത്. ഇത് സദസ്സിനോടാണ് ചോദിച്ചത്. അവിടെ ജിന്നുണ്ട്, മനുഷ്യരുണ്ട്. ഇഫ്രീത്ത് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ആസഫിന് ബർഹിയ പറഞ്ഞത്, അദ്ദേഹം കൊണ്ടുവന്നത് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് ഇപ്പുറമാണ്. സുഹൃത്ത്, ഇതിലേ പറഞ്ഞത് തന്നെയല്ലേ അസാധാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന് കഴിയാത്തത്. അത് ആരാ അസാധാരണം? മനുഷ്യൻ്റെ അസാധാരണം. മനുഷ്യന്മാർ മാത്രമുള്ള സദസ്സിനോടാണ് ചോദ്യമെങ്കിൽ അത് മനുഷ്യന് കഴിയാത്തല്ലേ വേണേൽ ചോദിക്കാം. ഇനി മനുഷ്യന്മാർ മാത്രമല്ല സദസ്സിൽ, താങ്കളും പറഞ്ഞല്ലോ, അതാണ് അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി. ആ സമൂഹത്തോട് മൊത്തത്തിലാണ് ചോദിക്കുന്നത്. അയ്യുക്കും യഅ്തി, നിങ്ങളിൽ ആരാണ് കൊണ്ടുവരിക? അപ്പോൾ ആ സദസ്സിൽ ആർക്കും പറ്റും പറയാൻ. അവിടുത്തെ മനുഷ്യർക്ക് പറ്റുമോ? അപ്പോൾ ഒറ്റെങ്കിലും പറയും, പക്ഷെ മനുഷ്യർക്ക് പറ്റൂല. അവരാരും പറഞ്ഞില്ല. അവിടെ വേറെ കുറേ ജിന്നുകളുണ്ട്, ആ ജിന്നാക്കും കഴിയില്ല, അവിടെ അവരും പറഞ്ഞില്ല. അതിൽപ്പെട്ട മല്ലൻ അവന് കഴിയും, അപ്പോൾ പറഞ്ഞു ഉച്ചയാകുമ്പോഴേക്കും എത്തിക്കാം, അത് പോരാ, അതിന് മുമ്പേ വേണം. പിന്നെ മറുപടി ഇല്ല, അപ്പം ആർക്കും കഴിയില്ല. എന്നാൽ ശരി, ഒന്നുകിൽ മുഴുജത്ത് അല്ലെങ്കിൽ കറാമത്ത്, അപ്പം അഭൗതികാണ്. പക്ഷെ സുലൈമാൻ നബിയുടെ കഴിവല്ല. സുലൈമാൻ നബിയുടെ മുഴുജത്തായിട്ട് റബ്ബടെ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കണ്ണ് ചെമ്മി തുറക്കും മുമ്പ്, എങ്കിൽ അത് അഭൗതികമാണ്. പക്ഷെ സുലൈമാൻ നബിയുടെ കഴിവല്ല. ഇനി ആസഫാണെങ്കിൽ ആസഫ് വുളൂ ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു, ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു, ദുആ ചെയ്തു. ആ പ്രാർത്ഥന അടക്കം തഫ്സീർ ഇബ്നു കസീറിലുണ്ട്. അപ്പൊ കറാമത്താണ്, ദുആക്കുള്ള ഇജാബത്താണ്, ആസഫിന്റെ കഴിവല്ല. അതാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇഫ്രീത്ത് പറഞ്ഞു എന്ന് പറയുന്നു, മറ്റാരും പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞു. അത് പരിശോധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞത് ഇഫ്രീത്ത് പറഞ്ഞു, മറ്റാരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. മറ്റുള്ള ആസഫിന് ബർഹിയ പറഞ്ഞു, ഞാൻ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് ഇപ്പം കൊണ്ടുവരാം. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ താഴെ തോന്നിയില്ലേ, കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ പറഞ്ഞു, അന ആതീക ബിഹി, ഞാനത് കൊണ്ടുതരാം, ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, കണ്ണു ചെമ്മി തുറക്കും മുമ്പ്. ശരി, അത് ആരാണ് ആ ആള്? പിന്നെ നോക്കേണ്ടതാണല്ലോ. കിതാബിൽ ഇൽമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വ്യത്യസ്ത വ്യാഖ്യാനമുണ്ട്. ഒന്ന് സുലൈമാൻ നബി തന്നെ. എന്തുകൊണ്ട്? ഒരു നബി ജീവിച്ചിരിപ്പുള്ള ഒരു സദസ്സിൽ കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉദ്ദേശം ആ നബി തന്നെയായിരിക്കും. കാരണം ആ നബി പഠിപ്പിച്ചു കൊടുത്ത ഇൽമേ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു പ്രവാചകനും അല്ലാത്തവരും ഒന്നിച്ചുള്ള സദസ്സിൽ കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉദ്ദേശം സുലൈമാൻ നബി. ഇത് എൻ്റെ ന്യായമല്ല, റാസി പറഞ്ഞ ന്യായമാണ്. നേരത്തെ പറഞ്ഞല്ലോ, വഹാദൽ ഖൗലു അഖ്റബു ലിവുജൂഹിൻ, പല കാരണങ്ങളാൽ ഈ അഭിപ്രായമാണ് ശരി. അതിൽ ഒരു കാരണം റാസി പറഞ്ഞതാണ്, ഇൽമും മിന കിതാബ് എന്ന് പറഞ്ഞാൽ അത് നബി ഉണ്ടാകുമ്പോൾ നബി തന്നെയാണ്, അല്ലാത്തവർക്ക് നബിയിൽ നിന്ന് കിട്ടിയ ഇൽമേ അവർക്ക് ഉണ്ടാവുള്ളൂ. 2, അത് കണ്ടപ്പോൾ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് പറയുന്നു സുലൈമാൻ നബി. അപ്പോൾ സുലൈമാൻ നബി തന്നെയാണ് ആ മുഴുജത്ത് പ്രകടമായത് എന്ന് അതിൽ തെളിവാണ്. ഇങ്ങനെ തുടങ്ങി 5 കാര്യം, 5 ന്യായം റാസിനെത്തുന്നു. ഇനി സുലൈമാൻ നബി അല്ലെങ്കിൽ രണ്ടാമത്തെ അഭിപ്രായം ആസഫ് ഇബ്നു ബർഖിയ, റാസി തന്നെ ഉണ്ട് അഭിപ്രായമുണ്ട്, ഇബ്നു കസീർ അഭിപ്രായമുണ്ട്, ഒട്ടുമിക്ക തഫ്സീർ അഭിപ്രായമുണ്ട്. ആസഫ് ആണെങ്കിൽ എന്ത് ചെയ്തു? ആസഫ് എന്തു പറഞ്ഞില്ല? ഞാനതിന് കഴിവുള്ളവനാണെന്ന് പറഞ്ഞിട്ടില്ല. ഇഫ്രീത്ത് പറഞ്ഞപ്പോഴോ ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞു. ആസഫിന് കറാമത്തുണ്ടെന്ന് വന്നാൽ പോലും ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞു കറാമത്ത് അവരെ കഴിവല്ല. പിന്നെ എന്താ ചെയ്തത്? അദ്ദേഹം വുളൂ ചെയ്യുന്നു, 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, എന്നൊരു ദുആ ചെയ്യുന്നു. ആ ദുആക്ക് ഉത്തരമായി റബ്ബ് അത് എത്തിച്ചു കൊടുക്കുന്നു. അല്ലാതെ അത് എൻ്റെ കഴിവാന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇഫ്രീത്ത് എന്ത് പറഞ്ഞു? ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു. അതാണ് വ്യത്യാസം. അപ്പം പിന്നെ അസാധാരണം എന്ന് പറഞ്ഞത് സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ എല്ലാവരുമുണ്ട്.
അവിടെ മനുഷ്യൻ്റെ സാധാരണം വെച്ചിട്ട് അവിടുത്തെ അസാധാരണം അളക്കാൻ പറ്റൂല. അവിടെ അസാധാരണം എന്ന് പറയുമ്പോൾ ആ സദസ്സിൽ കൂടിയ എല്ലാവരുടെയും കഴിവിനപ്പുറത്താണ്. അപ്പം ആ സദസ്സിൽ കൂടിയക്ക് എന്താ കഴിയുക അതവർ പറഞ്ഞു. അതിനപ്പുറം വേണം, അത് കണ്ണ് ചെമ്മിത്രക്കുമ്പോൾ എത്തിക്കാം. അത് കഴിവാന്ന് പറഞ്ഞോ? ഇല്ല, അത് കഴിവല്ല. അത് ദുആ ചെയ്ത് ദുആയുടെ ഉത്തരമായി അതവിടെ എത്തിയതാണ്. അതുകൊണ്ടാണ് ഹാദാമിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ തിരിച്ചാലോചിച്ച് നോക്കുക. ഇഫ്രീത്ത് അത് പറയുമ്പോൾ സുലൈമാൻ നബി സമ്മതിച്ചു വിചാരിക്കാം, ശരി ഉച്ചയാകുമ്പോഴേക്കും മതി, നീ കൊണ്ടുപോവാ എന്ന് പറഞ്ഞവൻ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാ, ആൾ ഉഷാറാണല്ലോ, ഞാൻ അത്ര പ്രതീക്ഷയില്ല എന്നല്ലേ പറയാം. കാരണം അത് അവൻ്റെ കഴിവാണ്, അതാണ് കഴിവ്. അപ്പോൾ അവിടെ അഭൗതികമായ പ്രശ്നം ഉദിക്കുന്നില്ല. ഏതായിരുന്നാലും അഭൗതികമായി റബ്ബല്ലാത്ത തേടാൻ ഇത് തെളിവല്ല. അതിനാണ് അപ്പോൾ അതൊക്കെ കൊണ്ടുവരുന്നത്. അഭൗതികമായി റബ്ബല്ലാത്തോട് തേടാൻ ഇത് തെളിവല്ല. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടില്ല, ലോകത്ത് ഒരു നബിയും തേടിയിട്ടില്ല, ഒരു അഹ്ലുസുന്നയുടെ ഇമാമും അത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അഭൗതികമായ തേട്ടം എന്നാൽ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന റബ്ബിനോട് മാത്രമാണ്. കാരണം അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് ജിന്നിനുമില്ല, മലക്കിനുമില്ല, മനുഷ്യർക്കുമില്ല, അംബിയാവിനുമില്ല, ഔലിയാവിനുമില്ല, ശുഹദാവിനുമില്ല, സ്വാലിഹീകൾക്കുമില്ല, കല്ലിനുമില്ല, മരത്തിനുമില്ല, ഒന്നിനുമില്ല. ഉണ്ട് എന്ന് എപ്പോൾ വിശ്വസിച്ചോ അവിടെ ഖുദ്റത്ത് എന്ന വിശേഷണത്തിൽ പങ്കുചേർത്തു. ഒരു കല്ലിന് അഭൗതിക കഴിവുണ്ട് എന്നർത്ഥം വിശ്വസിച്ചാൽ ആ കല്ലിനെ റബ്ബിൻ്റെ ഖുദ്റത്ത് എന്ന വിശേഷത്തിൽ പങ്കുചേർത്തു. ഒരു നബിക്ക്, ഒരു വലിയന്, ഒരു മഹാന്, ഒരു മലക്കിന്, ഒരു ജിന്നിന് അഭൗതികമായ കഴിവുണ്ട് എന്ന് എപ്പോൾ വിശ്വസിച്ചുവോ അവിടെ ഖുദ്റത്ത് എന്ന അള്ളാന്റെ വിശേഷണം അവർക്ക് വകച്ചു കൊടുത്തു. അവൻ തേടണമെന്നില്ല, തേടിയാൽ രണ്ടാമത്തെ ശിർക്ക്, തേടിയിട്ടില്ലെങ്കിൽ തന്നെ ആ വിശ്വാസം ശിർക്ക്. അതുകൊണ്ടാണ് ആ വിശ്വാസപ്രകാരമാണോ തേട്ടം എങ്കിൽ പ്രാർത്ഥന ശിർക്ക്, ആ വിശ്വാസമൊന്നുമില്ല എങ്കിലോ അത് ശിർക്ക് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അവിടെയാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് സൂചിപ്പിച്ച് ഇനി വാർത്ത കൊടുക്കുക. ഇത്രയും സമയം